സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായുള്ള ഊട്ടുശാലയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. സജ്ജമാകുന്നത് 4000 പേരെ ഒരേ സമയം ഊട്ടാനാകുന്ന ഭോജനശാല. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് മുൻവശത്ത് 2 പന്തലുകളിലായി 1,00,000 ചതുരശ്രടി വിസ്തീർണത്തിലാണ് ഭോജനശാല ഒരുങ്ങുന്നത്. സമീപത്തായി 10,000 ചതുരശ്രടിയിൽ പാചകപ്പുരയും 5,000 ചതുരശ്രടിയിൽ കലവറയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ തൂണുകൾ ഇല്ലാത്ത വിശാലമായ പന്തലാണ് ഊട്ടുശാലയ്ക്കായി ഒരുക്കുന്നത്. കാറ്റും മഴയും ചൂടും ബാധിക്കാത്ത സവിശേഷ രീതിയിലുള്ള നിർമ്മാണമാണ് പന്തലുകളുടേത്. PWD A ക്ലാസ് കരാറുകാരനും 45 വർഷമായി പന്തൽ നിർമ്മാണ രംഗത്തുള്ളയാളുമായ തിരുവനന്തപുരം വെള്ളയമ്പലം സ്വദേശി V വിജയകുമാറിന്റെ നേതൃത്വത്തിൽ മകളും സിവിൽ എഞ്ചിനീയറുമായ ഗ്രീഷ്മയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. പിന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അകത്താണ് കലവറ, എല്ലാ സജ്ജീകരണങ്ങളും അതിനകത്താണ്. ജർമ്മൻ പന്തലിൽ 4000 പേര് ഒരു സ്റ്റെപ്പിലിരുന്ന് ആഹാരം കഴിക്കും ഒരേ സമയത്ത്. 132 അടിക്ക് തൂണില്ലാത്ത പന്തലാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് 10-ാം തീയതി ആകുമ്പം ഏകദേശം ഇവിടുത്തെ വർക്കുകളെല്ലാം ഏകദേശം ആവും. 4000 പേർക്ക് ഒരേ ടൈമിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അവരുടെ ഫ്ലോയിൽ കഴിച്ചു പോകുക എന്നുള്ള ബേസിൽ തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നു. ഒരു ബുദ്ധിമുട്ടുള്ള അവർക്ക് ഉണ്ടായിരുന്നില്ല. ഭക്ഷണപ്പന്തലും കലവറയായാലും ഒരു ബുദ്ധിമുട്ടും സാങ്കേതികമായ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ ടാപ്പായാലും ബാത്റൂം ഫെസിലിറ്റി ആയാലും എല്ലാം അതിൻ്റെ രീതിയിൽ, വെള്ളമായാലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരാണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത്. കൈ കഴുകാൻ സദാസമയവും ജലലഭ്യതയുള്ള 200 ടാപ്പുകളും 20 ശുചിമുറികളും ഊട്ടുശാലയോടൊപ്പം സജ്ജമാക്കുന്നുണ്ട്. 40 തൊഴിലാളികളും സൂപ്പർവൈസർമാരും ചേർന്ന് 8 ദിവസമായി തുടരുന്ന നിർമ്മാണ പ്രവൃത്തികൾ 10-ാം തീയതിയോടെ പൂർത്തിയാകും. 13-ന് ഉച്ചതിരിഞ്ഞാണ് ഊട്ടുപുരയുടെ പാലുകാച്ചൽ. കലോത്സവ ദിനങ്ങളിൽ ഉച്ചഭക്ഷണത്തിന് 20,000 പേരുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഊട്ടുപുരയുടെ നിർമ്മാണം പൂർത്തിയായി വരികയാണ്. 4000 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ഊട്ടുപുര നിർമ്മാണം പൂർത്തിയാകുന്നത്. ഊട്ടുപുരയിൽ നിന്നും ക്യാമറാമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.